ചേട്ടാ, ബസ് ഞാൻ വരുന്നതിന് മുന്നേ 2 ബസ് പോയി ചേട്ടാ. ബസ് കാത്ത് നിൽക്കുകയാണോ അത് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോകാൻ വന്നതാണ്. ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി. ഓ, അപ്പോൾ ഉറക്കമാണ് പ്രശ്നം. ഉറക്കത്തിന് എന്താ പ്രശ്നം? ഉറക്കത്തിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു വലിയ പ്രശ്നം. ഉറങ്ങാനും സമ്മതിക്കത്തില്ല. കഷ്ടം, ഒരു ദിവസം പോലും കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല. എന്തോന്ന് വെച്ചാ കുറെ നേരമായല്ല കഥകി തട്ടുന്നത്. എനിക്കറിയാം രാവിലെ എഴുന്നേക്കാൻ. ചുമ്മാ അല്ലടാ മോനെ, ഇന്നല്ലേ നിനക്ക് ഇന്റർവ്യൂ ഉണ്ടോ? ഓ, എനിക്കറിയാം രാവിലെ മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട്. എൻ്റെ കൂട്ടുകാരൻ മരിച്ചു. എനിക്ക് അവൻ്റെ വീട് വരെ ഒന്ന് പോകണം. ഇന്നിനി ബാങ്കിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ പോകുന്ന വഴിക്ക് ഈ ക്യാഷ് ഒന്ന് വയ്ക്കും. ഓ, ഇതിപ്പോ ആരെയും കടം വാങ്ങിച്ചതാ? അത് നീ അറിയേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടാ മതി. അവിടെ എങ്ങനെ വെക്കും? കഷ്ടം. ഡീ, നീ മനുവിനെ കണ്ടായിരുന്നു? അവൻ ഗൾഫിൽ നിന്നിട്ട് ഒരാഴ്ച ആയല്ലോ. ആ, എന്നെ കണ്ടില്ലെങ്കിലും നിന്നെ കണ്ട് കാണുമല്ലോ. നീ കെട്ടാൻ പോണാനല്ലേ? ഇനി നീ അവനെ കാണുമ്പോഴത്തേക്ക് ഈ അളിയൻ തിരക്കിന്ന് പറഞ്ഞു. അയ്യടാ, ഒരളിയൻ വന്നിരിക്കുന്നു. ഓ, അപ്പോഴത്തേക്ക് അവർക്ക് നാണം വന്നു. എടാ, നിനക്ക് കഴിക്കാൻ കാപ്പി എനിക്കൊന്നും വേണ്ട, സമയമില്ല. നിനക്ക് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാനും അടി ഉണ്ടാക്കാനും സമയമുണ്ട്. കാപ്പി കുടിക്കാൻ മാത്രം സമയമില്ലല്ലേ? ഞാനൊരു ചായ എടുക്കാം. എനിക്കൊന്നും വേണ്ട. ചായ കുടിച്ചിട്ടെങ്കിലും പോടാ. ഹലോ, എത്ര തവണ വിളിക്കണം? ഫോൺ എടുത്തൂടെ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഫോൺ എടുക്കത്തില്ല എന്നുള്ളത്. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ അരവിന്ദേട്ടാ എന്റെ പിറന്നാളാണെന്ന്. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ഞാൻ അമ്പലത്തിൽ നിൽക്കാം, വേഗം വന്നാ മതി. ഓക്കെ, ഒരു 5 മിനിറ്റ് ഞാൻ അമ്പലത്തോട്ട് നേരിട്ട് കാണാം. ഓക്കെ. എത്ര നേരം കൊണ്ട് വിളിക്കുകയാണ്, ഫോൺ എടുക്കണില്ല. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഏതായാലും ഞാൻ അമ്പലത്തിലേക്ക് പോവാം.
കിടന്നാലോ? വരട്ടെ, കിടക്കാം. ഓഹോ, ഇവിടെ കിടന്നുറങ്ങുവാണല്ലേ? ഞാൻ അമ്പലത്തിൽ വെയിറ്റ് ചെയ്യുന്ന കാര്യം അരവിന്ദേട്ടൻ അറിയില്ലേ? എന്നിട്ടാണോ ഇവിടെ വന്ന് കിടക്കുന്നേ? ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അരവിന്ദേട്ടൻ എൻ്റെ അടുത്തൊന്നും പറയണ്ട. ചുമ്മാ അതല്ല എൻ്റെ കൂട്ടുകാരി പറയുന്നത് ഒരു ഉറക്കം തൂങ്ങിനെയാണ് ഞാൻ പ്രേമിക്കണേന്ന്. ഇങ്ങനെയാണെങ്കിൽ ശരിയാവില്ല അരവിന്ദേട്ടാ. എൻ്റെ വീട്ടിൽ എനിക്ക് ഒരുപാട് ആലോചനകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നല്ലത്. നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും നീ നാണം കിടണ്ട. ഓഹോ, അപ്പൊ ഞാൻ ഒഴിഞ്ഞു പോണമെന്നാണല്ലേ? മേലാൽ ഇനി എന്നെ കാണാൻ വരികയോ ഫോണിൽ വിളിക്കുകയോ ചെയ്യരുത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇതിനൊക്കെ ഓർത്ത് പശ്ചാത്തലപ്പിക്കുന്ന ഒരു കാലം വരും. ഇപ്പൊ ഞാൻ പോവാണ്. നീ പോടിപ്പില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനങ്ങ് സഹിച്ച്. ഇനി അവള് പറഞ്ഞ സീരിയസ് ആയിരിക്കും. നീനോ നീ പോടാ. ആ മീനു, പെരുന്നാൾ ആശംസകൾ. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ഇന്നൊന്നിലല്ല ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയത്. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവനായിട്ട് വഴക്കൂടിയല്ലേ? എന്റെ അനിയനായതുകൊണ്ട് പറയല്ല, ലോകത്തിൽ വേറെ ആരും നിനക്ക് കിട്ടിയില്ലേ സ്നേഹിക്കാൻ? എനിക്ക് വേറെ ആലോചനയൊക്കെ വരുന്നുണ്ട്. അരവിന്ദേട്ടനോട് പറയുമ്പോ തമാശയായിട്ടാ കാണുന്നത്. നീ എന്തിനാ അവന് വേണ്ടിയിട്ട് ജീവിതം പാഴാക്കുന്നത്? സ്വന്തം അച്ഛനും സഹോദരി വേദനിക്കുന്ന അവൻ മനസ്സിലാക്കുന്നില്ല. പിന്നെയാണ് നിന്റെ കാര്യം. നിന്റെ വീട്ടുകാരെന്താണോ പറയുന്നത് അതിൽ ഉറച്ചു നിൽക്ക് മീനു. വിളിച്ചിട്ട് ഫോൺ ആ മനുവേട്ടാ, മനുവേട്ടാ, നീയാ? വീട് പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലേ? ഗൾഫിൽ നിന്ന് മനുവേട്ടൻ വന്നിട്ട് എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. ഗൾഫുകാരനെ കെട്ടാൻ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നിന്നെ കാണാൻ വരാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. അതെന്താ മനുവേട്ട അങ്ങനെ പറയുന്നേ? അത്രയും വലിയ കാര്യം എന്തായിരുന്നു? കാര്യം പറ മനുവേട്ട. എനിക്ക് ഷോപ്പിൽ പോകാൻ സമയമായി. സമയത്തിന് കയറിയില്ലേ മുതലാളി വഴക്കു പറയും. അച്ഛൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. കുളിരും കുറുമ്പുമായി നീ കാതിൽ നാട്ടിലുള്ള എല്ലാവരും കാണാൻ വാങ്ങിച്ചു. മോന്റെ പേര് കാണാൻ പറ്റില്ല. വീട്ടിലൊരു അടിപൊളി ചരക്കുണ്ട്. അവനെ എനിക്ക് കാര്യമില്ല. ഒരു പെണ്ണുണ്ടല്ലോ, അവളെ കിട്ടി കാശാക്കാണ്. ഓ ഇവിടെ പണമുള്ളമാരടുത്ത് ഇങ്ങനെ ഓ നമ്മളിവിടെ ഉണ്ടല്ലോ, നമ്മളടുത്ത് മാത്രം ചോദിക്കുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, വിളിച്ചാൽ വരെയൊക്കെ ചെയ്യുള്ളൂ. പിന്നെ അത് അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പച്ചില്ലെങ്കിലും മുതലാക്കും. ഇങ്ങോട്ട് വാ.
മാഷെ എനിക്ക് വയ്യടാ, ഇങ്ങ വാ, എനിക്ക് വയ്യടാ മോനെ. നീ എന്റെ ഒട്ടും വയ്യടാ, എനിക്ക് ഒട്ടും വയ്യ. നീ ഒന്നിനും പോട്ടോ. മാഷെ, ആ, ഞാൻ ഇവിടുന്ന് ഗൾഫിൽ പോയിട്ട് 2 വർഷമായി. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്താ സംഭവിച്ചേ? അവളുടെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു അവളെ നല്ല രീതിയിൽ കെട്ടിച്ചു വിടണമെന്നും അവനെ വലിയൊരു ഉദ്യോഗസ്ഥനാക്കണമെന്നും. പക്ഷേ എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റിയില്ല. അതിനൊക്കെ കാരണം അവനാ മോനെ, അരവിന്ദൻ. അവനെ പഠിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഈ നാട്ടുകാരെ എന്നൊക്കെ കടം വാങ്ങിച്ചത്. അതും പോരാഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് ലോൺ വരെ എടുത്തു. എൻ്റെ ഒന്നും കുറേ വാങ്ങിയിട്ടില്ലേ? പക്ഷേ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവൻ നന്നായി വരുമെന്നും ഇതൊക്കെ വീട്ടാണെന്നും എൻ്റെ മോളുടെ കല്യാണം നല്ലോണം നടത്താമെന്നും. പക്ഷേ അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല മോനെ. അതെന്താ മാഷെ? വീടിൻ്റെ ലോണ് മുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ജപ്തി നോട്ടീസ് വന്നിരിക്കും. ഏത് സമയം ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഈ പ്രായമായ പെൺകുച്ചിനെ കൂടി എങ്ങോട്ട് പോടാ? അവനതൊന്നും അറിയേണ്ട കാര്യമില്ല. മാഷ് ടെൻഷൻ അടിക്കാതെ, ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. മാഷിപ്പം തൽക്കാലം വീട്ടിലോട്ട് പോകും. ഞാൻ വൈകുന്നേരം വീട്ടിലോട്ട് വരാം. ആ മാഷെ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മെഡിക്കൽ കോളേജിൽ പോകണം. സമയമുണ്ടെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ആതിരയായിട്ട് പോകണം കേട്ടോ. എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛൻ എന്നോട് പറയുന്നതാ. ഇത് മാത്രം എന്നോട് പറഞ്ഞിട്ടില്ല. മനുവേട്ടൻ അറിയാലോ അരവിന്ദിന്റെ കാര്യം. അവൻ ജനിച്ച് വീണപ്പോഴേ അമ്മയുടെ ജീവനും കൊണ്ട് പോയതാ. അന്ന് തുടങ്ങി കഷ്ടപ്പാടാ. എന്റെ പഠിപ്പ് പോലും അവന് വേണ്ടി ഞാൻ മാറ്റിവെച്ചത്. ഒരുപാട് കാശ് മുടക്കിയിട്ട അവനെ ഈ നിലയിൽ എത്തിച്ചത്. അവന്റെ ഈ നശിച്ച ഉറക്കവും മടിയും കാരണം അവനിങ്ങനെ ആയിപ്പോയത്. അവൻ ഇതുവരെ നേരെ ആയില്ലേ? എനിക്ക് കിട്ടുന്ന വരുമാനവും അച്ഛന് പെൻഷൻ കിട്ടുന്ന കാശും നാട്ടിൽ കടം തീർക്കാൻ പോലും തികയുന്നില്ല. വിഷമിക്കാതെ, ഞാനില്ലേ, ഞാൻ അവനെ ഒന്ന് കാണണ്ട. നമുക്കവനെ നേരെയാക്കാം. നീ പോ. എൻ്റെ ഇന്റർവ്യൂ. ദൈവമേ, ഹലോ എടാ, ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നു. ഫോൺ സൈലൻറ്റിലായിരുന്നടാ, അതാ ഞാൻ എടുക്കാഞ്ഞത്. എന്നാ ശരിടാ, ഞാൻ വിളിക്കാം. അയ്യോ, ബാങ്കിൽ പൈസ അടച്ചില്ല. സമയമൊന്നും ആയില്ല. ഇനി എന്തായാലും വീട്ടിൽ പോയി ഉണ്ടതിന് ശേഷം നോക്കാം. സമയമാകുന്നില്ലേ ഉള്ളൂ. അണ്ണാ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. വേണ്ട, ഞാൻ പറയും. അണ്ണാ, ദാ അവൻ വന്നു.
നിർത്ത്. നിർത്താ അവിടെ. എത്ര പ്രാവശ്യം പറയണോ വണ്ടി നിർത്താൻ? നിനക്കെന്നെ മനസ്സിലായോടാ? വേണ്ട വേണ്ട വെൽഡൻ മോനെ. നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. പാസേ നോക്കി നിൽക്കാതെ പറഞ്ഞു വിടറ ഞാൻ ആരാണെന്ന്. ഓ അണ്ണൻ ആരാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. കുഞ്ഞുങ്ങൾക്ക് പോലും അണ്ണന്റെ പേരെന്തോന്ന് അറിയാം? പെട്ടെന്ന് പറയണ ലാഗടിക്കാതെ. ലൈഡ് ഗിരി. ഗിരിയല്ലടാ ഗിരി. അതിന് ഞാൻ എന്ത് അണ്ണാ, ചെയ്യണം? അണ്ണാ, അത് പറഞ്ഞു കേട്ടോ. അത് നമ്മളോട് എന്ത് ചെയ്യണോ അണ്ണാ? കൊല്ലണ്ട, വെറുതെ ഒന്ന് വിരട്ടി വിട്ടാ മതി, നന്നായിക്കോളും. ഇവനെ അങ്ങ് തീർക്കട്ടെ. ഇപ്പഴാ? അതെ, നിന്റെ തന്ത എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുമ്പോഴേ എന്തോരു എളിമ, എന്തോരു ബഹുമാനം. പിന്നെ അന്നേരം പറയുമ്പോഴേ അങ്ങാടി പറയുന്നത് എന്തുവാ, എന്റെ മോന് ജോണി കിട്ടിയിട്ട് ഞാൻ അങ്ങ് വീട്ടിൽ കൊണ്ട് തരാം. എന്നിട്ട് ജോണി കിട്ടിയ ഇടാ, ഇനി നീ ഇവിടെ കാശ് വെച്ചിട്ട് പോയാ മതി. ഇല്ലെങ്കിലേ ഈ ശകടം എന്റെ കക്ഷത്തിരിക്കും. ഇല്ലെങ്കിൽ ഞാനിത് കത്തിച്ചിട്ട് പല്ല് തേക്കും. അച്ഛൻ നിങ്ങളോട് കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനോട് പോയി ചോദിക്കണം. തന്തേ മോനും കൂടെ കിടന്ന് കഴിക്കുകയല്ലേ? എന്റെ കാശിനൊരു വിലയില്ലേ? എവിടെ പോണടാ? വെൽഡൻ വെൽഡൻ വെൽഡൻ. എന്റെ ചിട്ട് കമ്പനി. താക്കോല് കൊടുക്കരുത്, താക്കോല് കൊടുക്കരുത്, താക്കോല് കൊടുക്കരുത്. എന്റെ ചിട്ട് കമ്പനി താക്കോല് കൊടുക്കരുത്. അയ്യോ, അയ്യോ അയ്യോ, അവൻ നമ്മളെ വലിപ്പിച്ചല്ലോടാ. അയ്യോ, ഇനി ഞാൻ എവിടെ പോയി ക്രിയ ചെയ്യൂടാ? ഓ എടാ, അവൻ നമ്മളെ കളിപ്പിച്ചല്ലോടാ. നിന്നെ പിന്നെ എടുത്തോളാം, കണ്ടോളാടാ, നിന്നെ കണ്ടോളാം. അയ്യോ എടാ, വാ, വീട്ടിൽ പിണ്ടതയിലും ഉണ്ടോടാ. അച്ഛൻ എന്ത് താമസിച്ച്? അത് കവലയിൽ എല്ലായിടത്തും സംസാരിച്ച് നേരം പോയതാണ്. അച്ഛൻ എന്നോട് നുണയെന്ന് പറയണ്ട. മനുവേട്ട എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു. ഞാൻ കഞ്ഞെടുത്തു. മോളെ, അവൻ ഇന്റർവ്യൂവിന് പോയായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ വന്നപ്പോൾ മുതലേ കയറി കിടന്ന് ഉറങ്ങാൻ. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും അവ എഴുന്നേറ്റിട്ടില്ല. ആരാ? ഇവിടെ വേറെ ആരുമില്ലേ? അച്ഛൻ ഒന്ന് വിളിക്കൂ. രാമമാഷല്ലേ? മാഷിന്റെ മനസ്സിലായോ? മാഷാണ് എന്നെ മലയാളം പഠിപ്പിച്ചത്. നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോയിട്ട് കാലങ്ങളായി. അതെ മാഷെ, ഞാനിപ്പോൾ ഇവിടുത്തെ ഭയങ്കര പുതിയ മാനേജർ. ഞാനിവിടെ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പേപ്പർ ഇവിടുത്തെ ലോണിൻ്റെ 3-4 തവണ നിങ്ങൾക്ക് പേപ്പർ അയച്ചിട്ടുണ്ടായിരുന്നു. ജപ്തി ഒഴിവാക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നലെയായിരുന്നു. ആ ഡേറ്റിൽ നിങ്ങൾ അടച്ചിട്ടുമില്ല. പിന്നെ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്യണ്ടേ മാഷെ? ക്യാഷ് അടച്ചില്ലെങ്കിൽ വീട് പോകും മാഷെ. ഇന്നലെ അടച്ചില്ലായിരുന്നോ? ഇന്നലെ എൻ്റെ മോനാണ് മോനെ
കൊണ്ട് ക്യാഷ് അടച്ചത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. മോളെ നീ അവനെ ഒന്ന് വിളിച്ചേ. എന്താ അച്ഛാ, ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നു. എന്താ ചേച്ചി? ഇതാ നീ ഇന്നലെ കാശ് അടച്ചില്ലേടാ? നിന്നോടല്ലോ ചോദിച്ച കാശ് അടച്ചില്ലെന്ന്. നീ ആട്ടാ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി ഇടപെടാൻ. നീ എന്താടാ പറഞ്ഞത്? അവൻ ചോദിക്കൂടാ, അവൻ ചോദിക്കും. അതിനുള്ള അവകാശം അവനുണ്ട്. നീ ഇന്നലെ ചോദിച്ചില്ലേ ഈ കാശ് എവിടുന്നാന്ന്? പലതവണ ഈ വീടിന് വേണ്ടി അവൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ചോദിക്കൂടാ. അതിനുള്ള അവകാശം അവനുണ്ട്. നീ എന്ത് ചെയ്തിട്ടുണ്ട് അവന്റെ കുടുംബത്തിന് വേണ്ടി? നീ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നാ വിട്. നിനക്ക് അച്ഛനെ കൂടി കൊല്ലണം എന്നോട് ദ്രോഹി. ഇത്രയും കൊണ്ടാക്കി വെച്ചത് പോരല്ലേ? ഞാൻ അച്ഛനും കൂടി ഓടി ഇറങ്ങണമല്ലേ? അതുവരെ ചെയ്തു വെച്ചു. നിനക്ക് സമാധാനമായോടാ? ഇവിടുത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളും എന്തെങ്കിലും നിന്നെ അറിയിച്ചിട്ടുണ്ടോ? അച്ഛന് ഹാർട്ടില് പ്രശ്നമുള്ള കാര്യം പോലും നിന്നെ അറിയിച്ചിട്ടില്ല. ഇതൊന്നും അവനോട് പറഞ്ഞാൽ മനസ്സിലാവുന്നു. അച്ഛന്റെ തല നിന്റെ ശാപം എവിടെ കൊണ്ടുകൂടാ? അങ്ങനൊന്നും പറയലേടി. വിട്. അരവിന്ദ, നീ ആ കാശ് എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ കാശുണ്ട് ചേട്ടാ. എന്നാ നീ പോയി കാശ് എടുത്തു. എത്തി ഒഴിവാക്കാൻ ഈ ക്യാഷ് വന്നു. എൻ്റെ റിസ്കിൽ ഞാനിത് ബാങ്കിൽ അടയ്ക്കും. പിന്നെ എത്രയും പെട്ടെന്ന് ബാക്കി കാശും കൂടെ ബാങ്കിൽ അടയ്ക്കും. എന്നാലേ പൂർണ്ണമായിട്ടും ഈ വ്യക്തി ഒഴിവാക്കാൻ പറ്റുള്ളൂ. എന്നാൽ ശരി മാഷ. അച്ഛാ, എന്നെ ശപിക്കല്ലേ അച്ഛാ. അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം കേട്ടോ. ഞാൻ ജോലി ചെയ്ത് ലോൺ അടച്ചോളാം. ഇനി ഒരിക്കലും ഞാൻ കാരണം വിഷമിക്കൂല. ഈ വീട് ഒരിക്കലും പോവില്ല അച്ഛാ. ഞാനത് സമ്മതിക്കില്ല. ഇതെന്റെ വാക്കാണ് അച്ഛൻ. ഇതെങ്കിലും ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി ചെയ്യണം. അയ്യോ, അപ്പൊ എന്റെ പൈസ അത് ഞാൻ തരുമോ? വരുത്തരുത്. വാടാ വാടാ വാടാ, ഇനി അപ്പുറത്തുള്ളത് മേടിച്ചോണ്ട് പോവാം.
ഇതാണ് ചേട്ടാ ഉറക്കം കാരണം എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ. ഉറക്കം കാരണം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലേ? ഉറക്കമാകാം, പക്ഷെ അമിതമായ അയ്യോ സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. ഇന്നാണ് എനിക്ക് ശമ്പളം വാങ്ങിയുള്ള ദിവസം. ഇപ്പൊ ജോലിയൊക്കെ കിട്ടി? പിന്നെ ആ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉറക്കം ജീവിതത്തിൽ നമ്മൾ പല കാര്യത്തിനും ഉണർന്നിരുന്നേ പറ്റൂ. അപ്പോൾ ശരി, ഓക്കെ.